ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഭാഗവത മാഹാത്മ്യം കഴിഞ്ഞു. പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ അന്തർലീനമായിരിക്കുന്നതാണത്. ഇനി നമ്മൾ ഭാഗവത മഹാപുരാണത്തിലെ പ്രഥമ സ്കന്ധം, ആദ്യത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം, അഥ പ്രഥമോധ്യായ, അവിടെ കുറച്ച് ശ്ലോകങ്ങൾ, വന്ദന ശ്ലോകങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് അർത്ഥം പറഞ്ഞു പോകാതെ തരമില്ല. ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് വാക്കുകളുടെ അർത്ഥം നോക്കാം. അസ്യ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ, ഇതിൻ്റെ ജന്മാദി, അതായത് ജന്മം ആദിയായവ, ഉത്പത്തി സ്ഥിതി ലയം തുടങ്ങിയവ. ഇനി അന്വയ, നമ്മൾ രണ്ട് രീതിയിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അന്വയം ഹേതുവായിട്ടും കാരണമായിട്ടും, വ്യതിരേകം കാരണമായിട്ടും. അത് നമ്മൾ ഇതല്ല, ഈ കാണപ്പെടുന്നതൊന്നും ശരിക്കുമുള്ള സ്വരൂപമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. എന്നിട്ട് അതിനെ യഥാർത്ഥത്തിലുള്ളതിനെ കണ്ടുപിടിക്കും. അവിടെ മനസ്സ് നിശ്ചലമായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വ്യതിരേകം. അപ്പം നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു, ജഗത്തെല്ലാം നിറയുന്നത് ഈശ്വരൻ തന്നെ എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ അന്വയവും വ്യതിരേകവുമുണ്ട്. യതഃ, യാതൊന്നിൽ നിന്നാണോ ഭവിക്കുന്നത്. അപ്പോൾ ഭൂതം എന്ന് പറയുന്നത് ഭവിച്ചവയാണ്, ഉണ്ടായവയാണ്. യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ. അർത്ഥേഷു, ഭൂതങ്ങളിൽ. ഇപ്പം ജന്മാദ്യസ്യ യതോ അന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട്ട്, അഭിജ്ഞ എന്ന് പറഞ്ഞാൽ അറിവാകുന്ന ആ സ്വരൂപത്തോടു കൂടിയവൻ ആയിരിക്കുന്നത്. സ്വരാട്ട്, അപ്പം രാട്ടെന്ന് പറഞ്ഞാൽ സ്വരാട്ടെന്ന് പറഞ്ഞാൽ സ്വയമേവ പ്രകാശിക്കുന്നവൻ. ആദികവയെ, ഇവിടെ ബ്രഹ്മാവിനെയാണ് അവിടെ ആദികവി എന്ന് പറയുന്നത്. അപ്പം കവി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന കവിയല്ല, ക്രാന്തദർശി എന്നൊരു അർത്ഥമാണ്. ഹൃദ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട്. ബ്രഹ്മ എന്ന് ഇവിടെ പറയുമ്പോൾ വേദത്തെ, വേദം എന്ന് പറഞ്ഞാൽ വിദ് ധാതുവാണ്, അറിവാണ്. തേന, വിസ്തരിച്ചുവോ. യത് സൂരയ, സൂരയ ആരാണ്? വിദ്വാൻമാരാണ്. അവർ മുഹ്യന്തി, മോഹിക്കുന്നുവോ. അപ്പം തേനേ ബ്രഹ്മ ഹൃദായ ആദികവയെ മുഹ്യന്തി യത് സൂരയ. തേജോ വാരിമൃത, തേജസ് അഗ്നി, വാരിജലം, മൃതം എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പോൾ ഇവയ്ക്ക് തമ്മിൽ വിനിമയ യഥ, ഒന്നിനെ നമ്മൾ ഒന്നിനെ കണ്ടിട്ട് വേറൊന്നായി വിചാരിക്കുന്നു. നമ്മളിപ്പോൾ മരുഭൂമിയിൽ കണ്ടിട്ട് അവിടെ ജലമുണ്ടെന്ന് വിചാരിക്കുന്നില്ലേ? അപ്പം മരുമരീചിക പോലെ. അപ്പം തേജോ വാരിമൃതാം യഥാവിനിമയോ എത്ര ത്രിസർഗോ മൃഷ. ത്രിസർഗം എന്ന് പറഞ്ഞാൽ ത്രിഗുണമായിട്ടുള്ള സൃഷ്ടി. എന്താണ് 3 ഗുണങ്ങൾ? ഇതൊക്കെ ഭഗവത്ഗീതയിലും അല്ലാതെയും വ്യക്തമായി ഈ ഭാഗവതത്തിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. സത്വരജസ് തമോ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇവ ഗുണങ്ങൾ എന്ന് പറയുന്നത് കയറുപോലെയാണ്. അവ നമ്മളെ കെട്ടിയിടുകയാണ്. മോഹങ്ങളിൽ പെട്ട് ഉഴന്നു പോകും നമ്മളപ്പോൾ. അമൃഷ എന്ന് പറഞ്ഞാൽ മിഥ്യ അല്ലാത്തതുപോലെ, മിഥ്യ എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ തോന്നിക്കുന്നവ. സ്വേനധാംന, അപ്പം സ്വമഹാത്മ്യത്താൽ, സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും. നിരസ്ത കുഹകം എന്ന് പറഞ്ഞാൽ മായയെ അതിക്രമിച്ച് നിൽക്കുന്നത്, പരമമായ സത്യം. അപ്പം 3 കാലത്തും 6 വിധ പരിണാമങ്ങളും നമുക്ക് ഉണ്ടായി, നിലനിന്ന് നശിച്ച് അങ്ങനെ പോകുന്ന പരിണാമം ഉണ്ടായി നശിച്ച് എന്ന് പറയുന്ന 6 വിധ പരിണാമങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിനൊക്കെ. അതില്ലാത്ത സത്യത്തെ, ആ പരമേശ്വരനെ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അർത്ഥം പറഞ്ഞതേ ഉള്ളൂ. വലുതായി വിശദീകരിക്കാൻ ഇവിടെ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. ഇനി അതിൻ്റെ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരുപാട് ദിവസങ്ങളോളം അർത്ഥം പറയേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കൊന്നും കൂടി ചെറുതായിട്ടും കൂടി ഒന്ന് നോക്കാം. ജന്മാദ്യസ്യ യതഃ എന്നാണ്. അപ്പം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് പരമകാരണം ബ്രഹ്മം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശ്രുതിയിലും അങ്ങനെ തന്നെയാണ്
പറഞ്ഞിരിക്കുന്നത്. ഛാന്തോക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർവം ഖല്ലു ഇദം ബ്രഹ്മ തജ്ജരി നദി ശാന്ത ഉപാസീനഃ. പിന്നെ തൈത്തിരീയത്തിലോ യതോ വാ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രത്യഭി സംവിശന്തി, എന്നിട്ട് തത് ബ്രഹ്മേതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പം ജാതമായവ, അത് ഞാൻ പറഞ്ഞല്ലോ, ഭൂതം ഭവിച്ചവ യാതൊന്നിനാൽ ജീവിക്കുന്നു, യാതൊന്നിൽ അന്തർധാനം ചെയ്ത് പ്രവേശിക്കുന്നു, അതുതന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മമാണ് ഈ ജഗത്തിൻ്റെ സൃഷ്ടിക്ക് നിമിത്ത കാരണവും ഉപാദാന കാരണവും എന്നാണ് ഉപനിഷത്തിൻ്റെ മതം. മനുഷ്യത്ത് പറയുന്ന അങ്ങനെയാണ്. ഇനി പ്രകൃതിക്ക് ഇച്ഛാശക്തിയില്ല, പക്ഷേ സഗുണ ബ്രഹ്മത്തിന് ഇച്ഛാശക്തി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഉപാദാന, നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് നിമിത്ത കാരണം മാത്രമല്ല ഉപാദാന കാരണവും ബ്രഹ്മം തന്നെയെന്ന് പറഞ്ഞു നമ്മൾ. അപ്പം നമുക്ക് വ്യഷ്ടി ശരീരവും ഉണ്ട്, സമഷ്ടി ശരീരമുണ്ട്. സമഷ്ടി സ്ഥൂല പ്രപഞ്ചം ഈശ്വരൻ്റെ സ്ഥൂല ശരീരമാണ്. വ്യഷ്ടി സ്ഥൂല ശരീരമോ, വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ടുള്ള ജീവൻ, അതിൻ്റെ സ്ഥൂല ശരീരം ജീവൻ്റെയാണ്. അപ്പം ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകൾ നമുക്കുണ്ട്. ജാഗ്രത ഉണർന്നിരിക്കുന്നത്, പിന്നെ സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. അവിടെയൊക്കെ ആരാണ് ജീവനെ എങ്ങനെയൊക്കെ പറയും? വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. ഇതൊക്കെ നമ്മൾ തത്വബോധം എന്നുള്ള ആ പ്രകരണ ഗ്രന്ഥം ആചാര്യസ്വാമികളുടെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ ബ്രഹ്മത്തിൽ തന്നെ ലീനമായിരിക്കുന്ന, അതെപ്പോഴും ഉണ്ട്, ആ ഒരു ശക്തിയാണ്, ബ്രഹ്മത്തിൻ്റെ ശക്തി തന്നെയാണ്. അത് ആവരണം അങ്ങനെ വിജൃംഭിച്ചിട്ട് മായ ആ മൂലപ്രകൃതിയായിട്ട് മായയായിട്ട് തീരും. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ആവരണ സ്വഭാവത്തോടെയും കാണപ്പെടുന്ന സാധനമാണ് മായ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാന കാരണമായി വർത്തിക്കുന്നത്. ഇനി അന്വയാത് ഇതരതഃ എന്ന് പറഞ്ഞു. അർത്ഥേഷു അഭിജ്ഞഃ. അപ്പം ഈ സ്ഥൂലപ്രപഞ്ചം ഈശ്വരൻ്റെ സ്ഥൂല ശരീരമാണെന്ന് പറഞ്ഞു. സച്ചിദാനന്ദ സ്വരൂപമാണ് ബ്രഹ്മം. എല്ലാ ജീവനും അന്തര്യാമി രൂപേണ ജ്ഞാനസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സ്വരാട്ടാണത്, സ്വയമേവ പ്രകാശിക്കുന്നവനാണ്. അവിടെ ന ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക. അവിടെ അഗ്നിയോ സൂര്യനോ ചന്ദ്രനോ ഒന്നും തന്നെ അവിടെ പ്രകാശിക്കുന്നില്ല. അതിനെല്ലാം പ്രകാശം കൊടുക്കുന്ന ആരാണ്? ഈ ഒരു സർവ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. തേജോ വാരിഭൃതാം വിനിമയ ഏത. അപ്പം നമ്മളിത് പറഞ്ഞു, ഒന്നിനെ മറ്റൊന്നായി കാണുന്നത് പോലെ ആ ചുട്ടുപൊള്ളുന്ന വായുവിനെ കണ്ടിട്ട് വെള്ളമാണെന്ന് മരുഭൂമിയിൽ ഭ്രമമുണ്ടാവുക. അപ്പം നമ്മൾ പറഞ്ഞു മിറാഷ്, മരീചിക, ഇതുപോലെ മറ്റ് പല കാര്യങ്ങളും. ഇപ്പം സന്ധ്യാസമയത്ത് കയർ കിടക്കുന്ന കണ്ടിട്ട് പാമ്പാണെന്ന് തോന്നുക. നമ്മുടെ വേദാന്തത്തിൽ ഒരു പ്രധാന ഉദാഹരണമാണത്. ശരിക്കും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നാമരൂപങ്ങൾ, നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാ നാമരൂപങ്ങളും ഇല്ല, ശരിക്കും യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് ഇനിയും പറയാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് ആ എപ്പോഴും ആ മായയുടെ ആ കപടതയെ അതിക്രമിച്ച് സ്വേനധാംന സദാ നിരസ്ത കുഹകം. അപ്പോൾ ആ ബ്രഹ്മം തന്നെയാണ് എപ്പോഴും പ്രകാശിക്കുക. അപ്പോൾ അതിനെ മായയെ അതിക്രമിച്ചത് എപ്പോഴും വർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് 2-3 ശ്ലോകങ്ങളും കൂടെയുണ്ട്. എന്താണ്? ധർമ്മ പ്രോച്ഛിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതിഭി ശുശ്രൂഷിഭി തക്ഷണാത്. അപ്പോൾ ആരാണ് രചിച്ചിരിക്കുന്നത് ഈ ഗ്രന്ഥം? വേദവ്യാസ മഹർഷിയാണ്. ഏതാണ് ഗ്രന്ഥം? ശ്രീമദ് ഭാഗവത പുരാണം. എങ്ങനെയാണ്? മാത്സര്യബുദ്ധിയില്ലാത്ത നിർമ്മത്സരാണാം സദാ, അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കാപട്യമില്ലാത്ത ധർമ്മത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെയുള്ളതാണ്? വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം എന്ന് പറഞ്ഞാൽ, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, താപത്രയോന്മൂലനമാണ്. 3 താപത്രയങ്ങളെ പറ്റി നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞു. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഇങ്ങനെയുള്ള ഈ കൃതി ബ്രഹ്മതത്വത്തെ അറിയുന്നതിന് ഉതകുന്നതുമാകുന്നു. ഇതിൻ്റെ ശ്രവണ മനനാദികൾ കൊണ്ട് സുഹൃതികളായ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു.
സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതിഭി ശുശ്രൂഷിഭി തക്ഷണാത്. പിന്നെന്താണ്? നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവി ഭാവുകാഹ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ശുഗമുഹർഷിയുടെ ആ മുഖമാകുന്ന കമലത്തിൽ നിന്നും പ്രവഹിച്ച ഇതിനെ നിങ്ങൾ മാമ്പഴം, നമ്മൾ നല്ല പഴുത്ത മാമ്പഴം എങ്ങനെയാണ് ചെയ്യുക? ചെറിയ മാമ്പഴം കയ്യിൽ വച്ചിട്ട് ഞെക്കി പിഴിഞ്ഞ് കുടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുപോലെ കുടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രഥമാധ്യായത്തിൽ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വന്ദന ശ്ലോകങ്ങളും ഭാഗവതത്തിൻ്റെ മഹാത്മ്യവും പറഞ്ഞു. ഇനി സൂതൻ 2-ാമത്തെ അധ്യായത്തിൽ പ്രഥമസ്കന്ധത്തിൽ കഥ പറയുകയാണ്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുത്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. അപ്പം ഉപനയന കർമ്മങ്ങളൊന്നും കൂടാതെ വിരക്തനായി സന്യാസം സ്വീകരിച്ച് ശ്രീശുകനെ കണ്ടിട്ട് വ്യാസമഹർഷി വിരഹദുഃഖത്തോടുകൂടി എങ്ങനെ വിളിച്ചു? പുത്ര എന്ന് നീട്ടി വിളിച്ചു. വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു. ആര് വിളി കേട്ടു? വൃക്ഷങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? സർവ്വചരാചരങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആ മുനി ആരാണ്? ശുഗമഹർഷിയാണ്. അദ്ദേഹം ദേഹബോധം ഇല്ലാത്ത ആളാണ്. നമുക്ക് വേണ്ടത് അതാണ്. നമ്മൾ ഈ ശരീരമല്ല എന്ന് തീർത്തും മനസ്സിലാക്കുകയാണ് വേണ്ടത്. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണ ഗുഹ്യന്തം വ്യാസസൂനും ഉപയാമി ഗുരുമുനീനാം. അപ്പോൾ സ്വപ്രഭാവത്തോട് ഇരിക്കുക, സ്വാനുഭാവം അനുഭവിച്ചറിയണം. നമ്മൾ വായിച്ചറിഞ്ഞാൽ പോരാ, ഗുരുക്കന്മാർ പറഞ്ഞു തന്നാലും നമ്മൾ അനുഭവിച്ചറിയണം. സർവ്വവേദങ്ങളുടെയും സാരമായിരിക്കുന്നത് അദ്വിതീയം, അജ്ഞാനാന്ധകാരത്തെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംസാരികൾക്ക് അധ്യാത്മമായ ദീപമായിരിക്കുന്നതുമായ പുരാണഗുഹ്യത്തെ അപ്പം ഉപദേശിച്ചു കൊടുത്തത് ആൾക്കാർക്ക് ആ മുനിമാർക്കും ഗുരുവായ വ്യാസപുത്രനെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. ആരെയൊക്കെ നമിക്കുന്നു? നാരായണം, നരന്മാർക്ക് അയനമായിരിക്കുന്നത്. നരന്മാരവസാനം എല്ലാം എങ്ങോട്ടാണ് ലയിക്കുന്നത്? നാരായണനിലാണ്. നരോത്തമനായ നരനെയും സരസ്വതി ദേവിയെയും വേദവ്യാസനെയും നമസ്കരിച്ചിട്ട് ഭാഗവതത്തിന് ജയം എന്നുകൂടി പേരുണ്ട്. എന്ന പേരോടുകൂടിയ ഈ ശാസ്ത്രം പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വാസുദേവ പരാവേദ, വാസുദേവ പരാമഖ, വാസുദേവ പരായോഗ, വാസുദേവ പരാക്രിയ, വാസുദേവ പരം ജ്ഞാനം, വാസുദേവ പരം തപ, വാസുദേവ പരോ ധർമ്മോ, വാസുദേവ പരാഗതി. എന്താണ്? സർവ്വവേദങ്ങളിലും വാസുദേവനിൽ താല്പര്യത്തോടു കൂടിയവയാണ്. അതായത് ആ ഭഗവത് സത്തയാണത്, അല്ലേ? ഈ ഭഗവാൻ തന്നെയാണത്. അറിവാണ് വേദം. യജ്ഞങ്ങളും യാഗങ്ങളും ക്രിയകളും ജ്ഞാനവും തപസ്സും ധർമ്മവും മോക്ഷവും എല്ലാം ആ പരംതത്വത്തെ വാസുദേവനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ 2-ാമത്തെ അധ്യായം സമാപിപ്പിക്കുന്നു. നമുക്കും പറഞ്ഞതെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണം. പറയുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ ദ്വിതീയോധ്യായ. അപ്പം നമ്മൾ തുടർന്ന് ഇനി ഭഗവാന്റെ അവതാര വിവരണമാണ്. അത് നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഹരി ഓം.